എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ്. യേശുക്രിസ്തു വാഗ്ദാനം ചെയ്യപ്പെട്ട രാജാവായ മിശിഹായായി ജെറുസലേമിലേക്ക് കയറിയ ദിവസം ഇസ്രായേല്യർ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു. എന്നിരുന്നാലും യേശു കർത്താവ് നഗരത്തിലേക്ക് വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം ആർക്കും മനസ്സിലായില്ല. യേശുവിനെ അറിയാത്തവർ അവൻ ആരാണെന്ന് ചോദിച്ചു. ചിലർ അവനെ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള ഒരു പ്രവാചകൻ എന്നാണ് വിശേഷിപ്പിച്ചത്. യേശു ദൈവപുത്രനാണെന്നും അവരുടെ പാപത്തിനു വേണ്ടി മരിക്കുന്ന രക്ഷകനാണെന്നും അവർക്ക് ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് നാണയമാറ്റക്കാരെയും വ്യാപാരികളെയും പുറത്താക്കുന്നതും അവരെ ശാസിക്കുന്നതിനിടയിൽ കർത്താവ് പഴയ നിയമ തിരുവെഴുത്തുകൾ ഉദ്ധരിക്കുന്നതും നാം കാണുന്നു. യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞ് അവരോട്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 4 സുവിശേഷങ്ങളും വെളിപ്പെടുത്തുന്നത് പോലെ യേശു കുട്ടിക്കാലത്ത് തന്റെ പൊതു ശുശ്രൂഷയ്ക്കിടെയും പല ഉത്സവങ്ങളിലും ദേവാലയത്തിൽ പലതവണ പോയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. എന്നാൽ ഇത്രയും ജനങ്ങളുടെ അകമ്പടിയോടെയും പൊതുജന അംഗീകാരത്തോടെയും ഗാംഭീര്യത്തോടെയും കർത്താവ് ദേവാലയത്തിൽ പ്രവേശിക്കുന്നത് ഇത് ആദ്യമായാണ്. ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കുകയും ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പത്തേതിലും വലുതായിരിക്കും എന്നിങ്ങനെ നിരവധി പ്രവചനങ്ങൾ കർത്താവിന്റെ ദേവാലയ പ്രവേശനത്തോടെ നിവൃത്തിയാക്കപ്പെട്ടു എന്ന് മലാക്കി 3 അധ്യായം 1 വാക്യം, ഹഗ്ഗായി 2 അധ്യായം 7-9 വാക്യങ്ങൾ ഒക്കെ വ്യക്തമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം 14 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കപ്പെട്ടതായും അവിടെ നാണയ കൈമാറ്റക്കാർ ഉണ്ടായിരുന്നതായും മനസ്സിലാക്കാം. ഉത്സവങ്ങളുടെയും ആചാരങ്ങളുടെയും ഭാഗമായി യാഗങ്ങൾക്കും വഴിപാടുകൾക്കും വേണ്ടിയുള്ള ബലിവസ്തുക്കൾ ദേവാലയത്തിൽ വലിയ തോതിൽ വ്യാപാരം ചെയ്തിരുന്നു. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 30 അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ അരശക്കയിൽ ദേവാലയ നികുതിയായി നൽകേണ്ടതുണ്ടായിരുന്നത് കൊണ്ട് അനേകർക്ക് വിദേശ നാണയങ്ങൾ യഹൂദ നാണയങ്ങളാക്കി മാറ്റേണ്ടിയിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള നാണയമാറ്റക്കാരുടെ കൂട്ടവും ദേവാലയത്തിലുണ്ടായിരുന്നു. ഇത് പലപ്പോഴും അനീതി നിറഞ്ഞ വ്യാപാരത്തിന് വഴിവെച്ചിരുന്നതിനാലാണ് യേശു കർത്താവ് മേശകൾ മറിച്ചിടുകയും ദേവാലയത്തിൽ നിന്ന് ചൂഷണം ചെയ്യുന്ന പണമിടപാടുകാരെ പുറത്താക്കുകയും ചെയ്തത് എന്ന് വ്യക്തമാണ്. മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 17 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ യേശു കർത്താവ് ഇവരെയൊക്കെ പുറത്താക്കുമ്പോൾ, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു എന്ന് കാണുന്നു. ഇത് യേശയ്യാ പ്രവചനം 56 അധ്യായം 7 വാക്യത്തിൽ നിന്നും യിരെമ്യാ പ്രവചനം 7 അധ്യായം 11 വാക്യത്തിൽ നിന്നും പഴയ നിയമ തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചതാണ് എന്ന് വ്യക്തമാണ്. യേശയ്യാ പ്രവചനം 56 7 വാക്യത്തിൽ, ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും, അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും, എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നും യിരെമ്യാവ് 7 അധ്യായം 11 വാക്യത്തിൽ, എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവ് ഇങ്ങനെ പറയാൻ കാരണം, ദേവാലയത്തിൽ വരുന്ന ആരാധകർക്ക് ബലിയർപ്പിക്കാൻ മൃഗങ്ങളെയോ പ്രാവുകളെയോ വിലയ്ക്ക് വാങ്ങാൻ ധാരാളം കളങ്കമില്ലാത്ത മൃഗങ്ങൾ ലഭ്യമാണെന്ന് സദൂക്യർ ഉറപ്പാക്കുമായിരുന്നു. ഒരു ആരാധകൻ ബലിയർപ്പിക്കാൻ സ്വന്തമായൊരു മൃഗത്തെ കൊണ്ടുവന്നാൽ സദൂക്യർ അതിന് എന്തെങ്കിലും കളങ്കമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും അത് യാഗമർപ്പിക്കുന്നതിൽ നിന്ന് അയോഗ്യമാക്കുകയും ചെയ്യും. അങ്ങനെ യാഗമർപ്പിക്കാൻ വന്ന വിശ്വസ്തരെ ചൂഷണം ചെയ്ത് ധനം സമ്പാദിക്കാൻ ദേവാലയത്തിന്റെ സൂക്ഷിപ്പുകാർക്ക് കഴിയുമായിരുന്ന ഒരു മാർഗമായിരുന്നു ഇത്. ഇങ്ങനെ ദേവാലയ സൂക്ഷിപ്പുകാർ വിശ്വാസികളെ കൊള്ളയടിച്ച മറ്റൊരു മാർഗം പണമിടപാടുകാരിലൂടെയായിരുന്നു. യഹൂദയിൽ റോമാക്കാർ ആണ് രാഷ്ട്രീയ നിയന്ത്രണം നടത്തിയിരുന്നത്. റോമൻ പണമായിരുന്നു അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ആധികാരിക നാണയം. എന്നാൽ ഈ വിജാതീയ നാണയങ്ങൾ ഉപയോഗിച്ച് ദൈവത്തിനുള്ള വിശുദ്ധ വഴിപാടുകൾ വാങ്ങുന്നത് അശുദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്നു എന്ന് ലേവ്യ പുസ്തകം 22 അധ്യായം 25 മുതലായ വേദഭാഗങ്ങൾ പ്രകാരം യഹൂദ നേതൃത്വം പഠിപ്പിച്ചിരുന്നു. അങ്ങനെ അശുദ്ധമായ റോമൻ നാണയങ്ങൾ കൊണ്ട് പ്രത്യേക ദേവാലയ നാണയങ്ങൾ വാങ്ങി പിന്നീട് അതൊരു വിശുദ്ധ യാഗവസ്തു വാങ്ങേണ്ടതിനോ ദേവാലയ നികുതിയായി നൽകേണ്ടതിനോ ഇരുന്നിരുന്ന നാണയ കൈമാറ്റക്കാർ വിനിമയ നിരക്ക് കൂട്ടി ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്നു. ദൈവത്തിന്റെ പ്രാർത്ഥനാലയം എന്ന സ്ഥാനത്ത് ശബ്ദകോലാഹലം നിറഞ്ഞതും തിരക്കേറിയതുമായ ഒരു ആദായമുണ്ടാക്കുന്ന വാണിജ്യ വിപണിയായി മാറി. ദേവാലയത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പുരോഹിതന്മാർ ദൈവത്തെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവരെ ചൂഷണം ചെയ്യാൻ തങ്ങളുടെ സ്ഥാനം ഉപയോഗിച്ചു എന്നതാണ് കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 16 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ യേശു കർത്താവ് ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല എന്ന് കാണുന്നു. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യേശു ദേവാലയത്തിൽ
അന്ധരെയും മുടന്തരെയും സുഖപ്പെടുത്തിയെന്നും ദാവീദിന്റെ പുത്രന് ഹോശന്ന എന്ന് ദേവാലയത്തിൽ കുട്ടികൾ വിളിച്ചു പറയുന്നത് കണ്ട മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും നീരസപ്പെട്ട് അവർ പറയുന്നത് നീ കേട്ട് അംഗീകരിച്ചുവോ എന്ന് യേശുവിനോട് ചോദിക്കുന്നതും നാം കാണുന്നു. യേശു അവരോട് ഉവ്വ് എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമ തിരുവെഴുത്തുകൾ ഉദ്ധരിക്കുന്നതും തുടർന്ന് തന്റെ ശിഷ്യന്മാരോടൊപ്പം യെരുശലേം വിട്ട് അടുത്തുള്ള പട്ടണമായ ബഥാനിയയിലേക്ക് പോകുന്നതും നാം വായിക്കുന്നു. 14-ാം വാക്യത്തിൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ദേവാലയത്തിൽ തന്റെ അടുക്കൽ വന്ന അന്ധരും മുടന്തരുമായിരുന്നവരെ കർത്താവ് സൗഖ്യമാക്കിയ അത്ഭുതങ്ങളും കണ്ടു എന്ന് നാം വായിക്കുന്നു. ദേവാലയത്തിൽ കുട്ടികളും ദാവീദിന്റെ പുത്രന് ഹോശാന്ന എന്ന് ആർത്തു വിളിക്കുന്നത് കണ്ടപ്പോൾ യഹൂദ മത നേതൃത്വത്തിന് അത്യന്തം അതൃപ്തി തോന്നി എന്നും നാം വായിക്കുന്നു. ദേവാലയം മഹാപുരോഹിതന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അത് അവരുടെ അധികാരത്തിന്റെ ഇരിപ്പിടമായിരുന്നു. കർത്താവ് നാണയമാറ്റക്കാരെയും വ്യാപാരികളെയും ബലമായി പുറത്താക്കുകയും ആളുകളെ തന്നിലേക്ക് ആകർഷിക്കുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ കോപാകുലരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കർത്താവിനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചുവെന്ന് മർക്കോസ് 11-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം കാണുന്നു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കോപത്തോടെ യേശുവിനോട് ഈ കുട്ടികൾ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. കർത്താവ് ധൈര്യത്തോടെ ഉത്തരം പറഞ്ഞത് ഉവ്വ് എന്നാണ്. അതായത് കുട്ടികൾ തന്നെക്കുറിച്ച് പറയുന്നത് യേശു കേൾക്കുന്നുണ്ടോ എന്ന അവരുടെ ചോദ്യത്തിന് അതെ എന്ന് ഉത്തരം പറഞ്ഞുകൊണ്ട് ദാവീദിന്റെ പുത്രൻ എന്ന് കുട്ടികൾ തന്നെ വിളിക്കുന്നത് അവൻ കേട്ടിരുന്നുവെന്നും മാത്രമല്ല മിശിഹായായി അവർ തിരിച്ചറിയുന്നതിനെ കർത്താവ് അംഗീകരിച്ചു എന്നും ഇവിടെ വ്യക്തമാക്കുന്നു. യേശു കർത്താവ് അവരോട് ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ഒരു മറുചോദ്യം ചോദിക്കുന്നതായി നാം കാണുന്നു. യേശു നൽകിയ ഉദ്ധരണി സങ്കീർത്തനം 8-ാം അധ്യായത്തിൽ നിന്നാണ്. സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവ് ഇങ്ങനെ പറയാൻ കാരണം ഈ വാക്യങ്ങൾ മിശിഹായുമായി ബന്ധപ്പെട്ടതാണെന്ന് യഹൂദന്മാർക്ക് തന്നെ അറിയാമായിരുന്നു എന്നതുകൊണ്ടാണ്. അങ്ങനെ ഈ വാക്യം ഉദ്ധരിച്ചതുകൊണ്ട് യേശു താൻ മിശിഹായാണെന്ന കുട്ടികളുടെ ആർപ്പുവിളി ശരിവെക്കുക മാത്രമല്ല, ഈ സങ്കീർത്തന വാക്യം പ്രകാരം വേദജ്ഞാനികളായി നടിച്ച മഹാപുരോഹിതന്മാരെ അല്ല, ഒരു പരിശീലനവും ലഭിക്കാത്ത കുട്ടികൾക്കാണ് മിശിഹയെ സ്തുതിക്കുവാനും ക്രിസ്തുവിന്റെ മഹത്വത്തെ പ്രഖ്യാപിക്കാനും ദൈവം ശക്തിപ്പെടുത്തി നിയമിച്ചത് എന്ന് അവിടെയുള്ള എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു. സങ്കീർത്തനം 8-ാം അധ്യായം 2-ാം വാക്യം ഉദ്ധരിക്കുക വഴി തന്നോട് കോപത്തോടെ എതിർത്ത് ചോദ്യം ചെയ്ത മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ദൈവത്തിന്റെ എതിരാളികളാണെന്നും സാത്താന്റെ പക്ഷത്താണെന്നും യേശു കർത്താവ് വ്യക്തമാക്കുന്നതായും മനസ്സിലാക്കാം. യേശയ്യാ പ്രവചനം 29-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഈ ജനം അടുത്തു വന്ന് വായ കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്തകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷകൽപ്പന എത്രേ. ഇത് കാരണത്താൽ ഞാൻ ഈ ജനത്തിന്റെ ഇടയിൽ അത്ഭുതവും ആശ്ചര്യവുമായൊരു പ്രവൃത്തി തന്നെ ചെയ്യും. അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞു പോകും എന്ന് കർത്താവ് അരുളി ചെയ്തു എന്ന് പ്രവചിച്ചിരുന്നതുപോലെ ഹൃദയകാഠിന്യത്തോടെ ദൈവവചനം മനസ്സിലാക്കാതെ ക്രിസ്തുവിനെ എതിർത്ത വേദപണ്ഡിതരുടെ സ്ഥാനത്ത് യാതൊരു വേദപരിശീലനവും ലഭിക്കാത്ത കുഞ്ഞുങ്ങളെ മിശിഹായുടെ സ്തുതിക്ക് വേണ്ടി ദൈവം നിയമിച്ചുകൊണ്ട് ദൈവശക്തി കുഞ്ഞുങ്ങളിൽ പ്രത്യക്ഷമാകുന്നു എന്നും ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത യഹൂദ മത നേതൃത്വത്തിന്റെ ലൗകിക ജ്ഞാനത്തെ ദൈവം വിഡ്ഢിതമാക്കുകയും ചെയ്തതായി നാം കാണുന്നു. മർക്കോസ് 11-ാം അധ്യായം 11-ാം വാക്യവും കൂടെ ചേർത്ത് വായിച്ചാൽ ഈ കാര്യങ്ങൾ നടന്നപ്പോൾ നേരം വൈകിയിരുന്നുവെന്നും യെരുശലേമിൽ താമസിക്കുന്നതിന് പകരം യേശു അവരെ വിട്ട് അടുത്തുള്ള ബഥാനിയ ഗ്രാമത്തിലേക്ക് പോയി അവിടെ രാത്രി ചെലവഴിച്ചു എന്നും നാം വായിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.